നമ്മുടെ ശരീരം ഏറ്റവും പ്രധാനമായി 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ എനർജി ഉപയോഗിക്കുന്നത്. അതിൽ ഒന്ന് നമ്മുടെ കൈകാൽ അവയവങ്ങൾ ചലിപ്പിക്കാനും കണ്ണുകൊണ്ട് നോക്കാനും ഇങ്ങനെ ഫങ്ഷണലായി നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഊർജം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമതായി ശരീരം ഉപയോഗിക്കുന്നത് നമ്മുടെ ഭക്ഷണങ്ങൾ, ആമാശയത്തിലേക്ക് കിടക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ദഹിപ്പിക്കാൻ വേണ്ടി ശരീരം ഏറ്റെടുക്കുന്ന ഊർജം. മറ്റൊന്ന് നമ്മുടെ ശരീരത്തിലെ വിഷമാലിന്യങ്ങൾ, ശരീരത്തിന് ആവശ്യമില്ലാത്ത എല്ലാ മാലിന്യങ്ങളെയും ശരീരത്തിൽ നിന്ന് നീക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഊർജം. ഈ 3 ഊർജമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ശരീരം എടുക്കുന്ന ഊർജം എന്നുള്ളത്. അതിൽ ഫങ്ഷണലായി നമ്മുടെ ശരീരങ്ങൾ അനക്കുമ്പോഴും നടക്കുമ്പോഴും നാം അത് ഉപയോഗിക്കുന്ന ഊർജം റംസാൻ കാലത്തും നമുക്ക് പലരിലും ഉണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാകും. എന്നാൽ മറ്റൊരു പ്രധാന ഊർജം ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ പരിശുദ്ധിയുടെ വ്രതക്കാലത്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വിശ്രമം ലഭിക്കുന്ന സമയം കൂടിയാണ്. നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ ദഹിപ്പിക്കാനില്ലാതെ ശരീരം വിശ്രമിക്കുന്ന ഒരു സമയമാണ് നോമ്പുകാലം. ഈ നോമ്പുകാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഊർജം ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ ശരീരം, മൂന്നാമത് പറഞ്ഞ ശരീരത്തിലെ മാലിന്യങ്ങളെ ദഹിപ്പിച്ച് കളയാൻ വേണ്ടിയാണ്. ആ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയം ഈ നോമ്പുകാലമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതകളുള്ള, രോഗങ്ങളുള്ള ഏതൊരു രോഗിക്കാണെങ്കിലും റംസാൻ കാലത്ത്, വ്രതക്കാലത്ത് അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥതകളും കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല. ഇതൊക്കെ എല്ലാ അസുഖത്തിനും ഈ ഉപവാസം, ഈ നോമ്പ് കൊണ്ട് നമുക്ക് അറുതി ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷം നാം അമിതമായി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം 10-12 മണിക്കൂറുകൾ വെറുതെ ഇരുന്ന ആമാശയവും അതിന്റെ ഊർജവും, ഫങ്ഷനിലായി ഉപയോഗിക്കുന്ന ഊർജവും മാലിന്യത്തെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഊർജവും എല്ലാം കടമെടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ആമാശയം നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വയറ് നിറഞ്ഞാൽ നമുക്ക് ക്ഷീണമുണ്ടാകുന്നത്, എവിടെയെങ്കിലും കിടക്കണമെന്ന് തോന്നുന്നത്, ഇരിക്കണമെന്ന് തോന്നുന്നത്. കാരണം ഫങ്ഷനിലായി നമുക്ക് ഇരിക്കാനും നടക്കാനുമുള്ള ഊർജത്തിൽ നിന്നും നമ്മുടെ ആമാശയം കടമെടുത്തുകൊണ്ട് ആ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരം ക്ഷയിച്ചു പോകുന്നു, ക്ഷീണം അനുഭവപ്പെടുന്നു. അതാണ് ശേഷമുള്ള നിസ്കാരങ്ങൾക്കും മറ്റും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ 10-12 മണിക്കൂർ ഉപവാസം കഴിഞ്ഞ് ഒന്നുമില്ലാത്ത ആമാശയത്തിലേക്ക് നിങ്ങൾ ഓവർലോഡ് കൊടുക്കാതെ, അമിതമായി ഭക്ഷണം കഴിക്കാതെ, അല്പം ഭക്ഷണം മാത്രം കഴിച്ച് സാധാ വിശ്രമം നാം ആമാശയത്തിന് നൽകുകയാണെങ്കിൽ ശരീരത്തിന്റെ ആരോഗ്യത്തിനും ക്ഷീണമില്ലാത്ത ജീവിതത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നോമ്പ് തുറയുടെ സമയത്ത് അമിതമായ ഭക്ഷണം പരിപൂർണമായും എല്ലാവരും ഒഴിവാക്കണം. അതുകൊണ്ട് തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രമടക്കം പല രോഗങ്ങൾക്കും, ഹൃദയ സംബന്ധമായ ബ്ലോക്കുകൾക്ക് പോലും ഉപവാസം ഒരു മരുന്നായി ഉപയോഗിക്കുന്നത്. ഉപവാസം എല്ലാ രോഗങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധിയുടെ റംസാൻ കാലത്ത് സന്തോഷകരമായ ജീവിതത്തിന് അത്താഴ സമയത്താണെങ്കിലും നോമ്പ് തുറയുടെ സമയത്താണെങ്കിലും ലൈറ്റായ ഫുഡ്, കുറഞ്ഞ ഫുഡ്, ആമാശയത്തിന് ജോലി അധികരിപ്പിക്കാതെ നാം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക. എന്നാൽ സന്തോഷകരമായ ജീവിതം നമുക്കുണ്ടാകും, ആനന്ദകരമായ ഇബാദത്തുകൾ നമുക്കുണ്ടാകും. എല്ലാത്തിനും നാഥൻ തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു നല്ലൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം.
ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.